എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. ഞാൻ റോബിൻ. എനിക്ക് 26 വയസ്സുണ്ട്. കുവൈറ്റിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും. അപ്പച്ചന് സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. അപ്പച്ചൻ കിടപ്പിലായിട്ട് 2 വർഷമായി. പിന്നെ അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞാൽ, അമ്മച്ചിക്ക് 40-48 വയസ്സായെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല ചെറുപ്പമാണ്. ഇരുനിറമാണെങ്കിലും ആവശ്യത്തിന് തടിയും മുഖത്തിന് നല്ല ഐശ്വര്യവുമാണ്. എപ്പോഴും എന്തോ ദുഃഖം അമ്മച്ചിയുടെ മുഖത്ത് ഘനീഭവിച്ച് കിടക്കുന്നത് കാണാം. 6 മാസം കൂടുമ്പോൾ എനിക്ക് 1 മാസത്തെ ലീവ് കമ്പനി തരും. അങ്ങനെ ഒരിക്കൽ ഞാൻ ലീവിന് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ഒരു കൂട്ടുകാരി വീട്ടിൽ വന്നു. അവർ ഇവിടെ ഇല്ലായിരുന്നു. മകളുടെ കൂടെ ബാംഗ്ലൂരിലായിരുന്നു. അമ്മച്ചി ചോദിക്കുന്നു, ആഹാ, നീ ആളാകെ മാറിപ്പോയല്ലോടി. ഞാനും ഓർത്തു, ശരിയാ, നേരത്തെ അവർ തനി നാട്ടിൻപുറത്തുകാരിയെ പോലെയായിരുന്നു. ഇപ്പോഴവരെ കണ്ടാൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. നല്ല വില കൂടിയ മോഡേൺ ഡ്രസ്സും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് ഒരു തമിഴ് സിനിമാ നടിയെ പോലെ. ബാടി, ബാ, അകത്തേക്ക് കയറി വാ, അമ്മ പറഞ്ഞു. കൂട്ടുകാരി അകത്തേക്ക് കയറാൻ വേണ്ടി കുനിഞ്ഞ് ചെരുപ്പിന്റെ വള്ളി അഴിക്കാൻ തുടങ്ങിയപ്പോൾ ജനൽ കൂടി നോക്കി നിന്ന എന്റെ കണ്ണ് തള്ളിപ്പോയി. ഓ, ചെരുപ്പ് കിടന്നോട്ടടി, അമ്മ പറഞ്ഞു. അവർ ചിരിച്ചുകൊണ്ട് 2 ചെരുപ്പ് അഴിച്ചിട്ട് അകത്തേക്ക് കയറി. അമ്മയും ആ ആന്റിയും ചെറുപ്പം മുതൽ കൂട്ടുകാരി ആയതുകൊണ്ട് അവർ എല്ലാത്തിനെയും പറ്റി തുറന്നു പറയുമായിരുന്നു. എടി, കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു, അമ്മ ചോദിച്ചു. എടി, ഞാൻ നിന്റെ അടുത്ത് അക്കാര്യം കൂടി പറയാനടി ഇങ്ങോട്ട് വന്നത്. കൂട്ടുകാരി വളരെ സന്തോഷത്തിലാണത് പറഞ്ഞത്. എന്തുവാടി, അമ്മ അതിശയത്തോട് ചോദിച്ചു. എടി, ഇപ്പോൾ എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലടി. അതെന്താടി, അമ്മ വീണ്ടും ചോദിച്ചു. കൂട്ടുകാരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ മോനെന്തിയേ? ഓ, അവൻ അവന്റെ മുറിയിൽ കിടന്നുറങ്ങുക, അമ്മ പറഞ്ഞു. അമ്മയുടെ മുഖത്തെ ആകാംക്ഷ ഞാൻ ശ്രദ്ധിച്ചു. എടി, ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ മോടെ കൂടെ അങ്ങ് പോയല്ലോ. അവിടെ ചെന്നപ്പോൾ മരുമകൻ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു. എന്താഗ്രഹം, അമ്മയുടെ ചോദ്യം. ഓ, ഒന്ന് പോടി, ഞാനത് വിശദീകരിച്ച് നിന്നോട് പറയണം. നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടി, ആദ്യം അവന്റെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അമ്മയുടെ ആ ജിജ്ഞാസ കണ്ടപ്പോൾ ജനലിനരികിൽ നിന്ന് എനിക്ക് എന്തോ പോലെ തോന്നി. അവൻ പറഞ്ഞു, എന്നെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും എന്നെയും കൂടി അവൻ നോക്കിക്കോളാമെന്നും പറഞ്ഞു. നീ എന്തു പറഞ്ഞു, അമ്മ ചോദിച്ചു. ഞാൻ എന്തു പറയാനാ, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിടി. ഞാൻ അവനോട് ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു ഉത്സവമായിരുന്നടി. നീ പറയുന്നതൊക്കെ ശരിയാണോടി, അമ്മ ചോദിച്ചു. പിന്നെ ഞാൻ നിന്റെ അടുത്ത് കള്ളം പറയുമോ? ഈ ഡ്രസ്സൊക്കെ അവൻ മേടിച്ചു തന്നതാ. അവന് ഞാൻ ഇതൊക്കെ ഇടുന്നതായി ഇഷ്ടം. പിന്നെ എനിക്കും ഇതൊക്കെ അങ്ങ് ഇഷ്ടമായി തുടങ്ങിയടി. എന്റെ പൊന്നെ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലടി, അമ്മ പറഞ്ഞു. ഞാൻ കാണിച്ചു തരാമടി, അതും പറഞ്ഞ് ആന്റി മൊബൈൽ എടുത്ത് അമ്മയെ കാണിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ആന്റി പറഞ്ഞു. എന്തുവാടി? എടി, നിനക്കും ഇതുപോലൊക്കെ വല്ലതും വേണ്ടേ? നിന്റെ ഇച്ചായം കിടപ്പിലായിട്ട് 2 വർഷത്തോളം ആയില്ലേ പെണ്ണേ. നിനക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? മനുഷ്യന്റെ കാര്യമാ. ഇനി എത്ര ഗ്ലാമറുള്ള ശരീരമാണെങ്കിലും ഇതെല്ലാം മണ്ണോട് ചേരാനുള്ളതാ. അതുകൊണ്ട് വന്നതൊക്കെ വന്നു. അത് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ആരെങ്കിലും ഒന്ന് നോക്കടി. ആന്റിയുടെ പറച്ചിൽ കേട്ട് അമ്മയൊന്ന് ചിരിച്ചു. നീ ഒന്ന് പോടി, ഞാൻ ഈ പ്രായത്തിൽ ഇനി ആരെ നോക്കാനാ? നീ എന്തിനാടി വേറെ നോക്കുന്നത്? നിനക്ക് റോബിനെ ഒന്ന് നോക്കിക്കൂടെ? അവനാകുമ്പം ആർക്കും ഒരു സംശയം വരികയുമില്ല. ആന്റിയുടെ ആ പറച്ചിൽ കേട്ട് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെ എന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഡി, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടു കൂടിയില്ല കേട്ടോ, അമ്മ പറഞ്ഞു. എടി, ഇതിലൊന്നും ഒരു കുഴപ്പവുമില്ല. നീ ശരിക്കൊന്ന് ആലോചിക്കേ. പുറത്ത് ആരെങ്കിലും ആണെങ്കിൽ അത് വലിയ റിസ്കാ. വീട്ടിൽ ഇങ്ങനെ ഒരാളുള്ളപ്പോൾ അതല്ലേ നല്ലത്. അവനെ കാണാനും സൂപ്പറാ. എനിക്ക് പോലും കൊതി തോന്നിയിട്ടുണ്ട്. ആന്റിയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് സർവാംഗം ഒരു തരിപ്പുണ്ടായി. നീ ആലോചിച്ചു നോക്കടി പെണ്ണെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ആന്റി പറഞ്ഞു. അവനെ ഇത് എങ്ങനെ അറിയിക്കുമെടി, അമ്മയുടെ ചോദ്യം. എടി, അതിന്റെ ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ആന്റി അമ്മയോട് കുറച്ചുകൂടി അടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, എടി, ഇന്ന് രാത്രി അവൻ കിടക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. നീ അവന്റെ അടുത്ത് ചെന്ന് അവന്റെ കട്ടിലിൽ ഇരുന്നിട്ട് പറയണം, മോനേരാ, അമ്മയ്ക്ക് അപ്പുറത്ത് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു. അപ്പച്ചന് മരുന്ന് കൊടുത്തേച്ച് ഞാനും കൂടി ഇവിടെ വന്ന് കിടക്കട്ടെ. പിന്നെ അവൻ എല്ലാത്തിനും റെഡിയാണെങ്കിൽ ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. സത്യം പറഞ്ഞാൽ അമ്മച്ചിയുടെ കൂട്ടുകാരി പറയുന്നത് കേട്ട് ഞാൻ അന്തം വിട്ടു നിൽക്കുകയാണ്.
ഇവർ എന്തൊക്കെയാണ് അമ്മച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നത്? എന്തായാലും അതൊക്കെ കേട്ട് എനിക്കും എവിടെ നിന്നെല്ലാമോ തരിച്ചു കയറാൻ തുടങ്ങി. എടീ, അവനെന്തിയേ? വീണ്ടും ആന്റിയുടെ ചോദ്യം. അവൻ മുറിയിൽ കിടന്നുറങ്ങുന്നടി, അമ്മച്ചി പറഞ്ഞു. എന്നാൽ നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി അവനെ ഒന്ന് കണ്ടിട്ട് വരാം. അവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ നമുക്ക്. ആ, എന്നാ നീ ചെല്ല്, അമ്മച്ചി പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി കതകടച്ച് മുറിയിൽ കയറി ഉറങ്ങുന്നത് പോലെ കിടന്നു. സ്വല്പസമയം കഴിഞ്ഞ് ആന്റി വന്ന് വാതിലിൽ മുട്ടി. ഞാൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അല്ല, ആരിത് ആന്റിയോ? എപ്പോൾ വന്നു? ഞാൻ ചോദിച്ചു. അല്ലേ, ആന്റി ആളാകെ മാറിപ്പോയല്ലോ. ഇപ്പോൾ കാണാൻ നല്ല ലുക്കുണ്ട് കേട്ടോ. ആന്റി ഒന്ന് ചിരിച്ചതിന് ശേഷം എന്റെ കട്ടിലിൽ വന്നിരുന്നു. ഇതൊക്കെ മരുമോന്റെ നിർബന്ധമാടാ മോനെ, ആന്റി പറഞ്ഞു. എന്തായാലും കൊള്ളാം ആന്റി, സൂപ്പർ ആയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. ആന്റി എന്റെ അടുത്തിരുന്ന് ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ ചോദിച്ചു. എടാ മോനെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ആന്റി? എടാ നിനക്ക് എന്നെ പോലുള്ളവരെയൊക്കെ ഇഷ്ടമാണോ? പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ആന്റി, ഞാൻ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ലടാ മോനെ, എന്റെ ഈ പ്രായത്തിലുള്ളവരെയൊക്കെ. എന്നിട്ട് എന്നെ ഒന്ന് നോക്കി വശ്യമായി ആന്റി ഒന്ന് ചിരിച്ചു. ഞാൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. എന്തിനാ ആന്റി? ഒരു കാര്യമുണ്ടടാ. എന്ത് കാര്യം? ഞാൻ നിന്നോടൊരു കാര്യം തുറന്നങ്ങ് പറയാം. നിനക്ക് സമ്മതമാണെങ്കിൽ യെസ് എന്ന് പറയണം. ഇല്ലെങ്കിൽ നീ അത് ഇപ്പോൾ തന്നെ അങ്ങ് മറന്നേക്കണം. ആന്റി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് അറിയാമല്ലോ, ഞാൻ ഓർത്തു. എന്നിട്ട് ചോദ്യഭാവത്തിൽ ആന്റി ഒന്ന് നോക്കി. എടാ, നീ അവളെ കണ്ടില്ലേ, നിന്റെ അമ്മച്ചിയെ? എത്ര കാലമായിടാ അവൾ നിന്റെ അപ്പച്ചനെ ശുശ്രൂഷിച്ച് എല്ലാ ഉള്ളിലൊതുക്കി ജീവിക്കുന്നു? അത് ആന്റി, അപ്പച്ചന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയി പോയോണ്ടല്ലേ? ആണടാ, അതെനിക്ക് മനസ്സിലായി മോനെ. അവളുള്ള തലയെഴുത്ത് അങ്ങനെ ആയിപ്പോയടാ. അതിനിപ്പോ അവളെ കുറ്റം പറയാൻ പറ്റുമോ? അവളും ഒരു സ്ത്രീയല്ലേടാ. അവൾക്കും വികാരവും വിചാരവും മറ്റും പലതുമില്ലേ? അവൾക്ക് കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ കൊടുക്കാൻ സാധിക്കും. എന്നെ കൊണ്ടോ? ഞാൻ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അഭിനയിച്ചു. അതേടാ, നിന്നെ കൊണ്ട്. അതും പറഞ്ഞ് ആന്റി കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. ഞാനത് ജനലിനടുത്ത് നിന്ന് കേട്ടതാണെങ്കിലും ആന്റിയുടെ വായിൽ നിന്ന് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് അത് കേട്ടിരുന്നത്. എല്ലാം കഴിഞ്ഞ് ആന്റി പറഞ്ഞു. മോനെ, ഇതൊക്കെയാണ് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോന്റെ സ്ഥാനത്ത് മരുമകനാണെന്ന് മാത്രം. അതുകൊണ്ടാ പറയുന്നത്, നിന്റെ അമ്മയ്ക്ക് ഇതുപോലെ പല ആഗ്രഹങ്ങളും കാണും. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചുമാണ് അവൾ ഇവിടെ കഴിയുന്നത്. അറിയാമോ നിനക്ക്? നീ വിചാരിച്ചാൽ അതിനൊരു പോംവഴി നിസ്സാരമായി കണ്ടെത്താം, ആന്റി പറഞ്ഞു നിർത്തി. ഞാൻ കുറെ നേരം ഒന്നും മിണ്ടാതെ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. എന്താടാ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ? ആന്റി ചോദിച്ചു. അല്ല ആന്റി, ആന്റി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ അമ്മച്ചിയോട് ഇതെങ്ങനെ പറയും? എടാ, നീ ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. നിന്റെ അമ്മച്ചി എതിർക്കാനൊന്നും പോകുന്നില്ല, ഞാൻ ഉറപ്പു പറയാം നിന്റെ അടുത്ത്. എന്നാൽ ഞാൻ പൊട്ടടാമനെ. ആന്റി പുറത്തേക്ക് ഇറങ്ങി. ആന്റി വരുന്നതും കാത്ത് അമ്മച്ചി പുറത്തു തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പതിയെ കതകിന്റെ വിടവിലൂടെ നോക്കി. അപ്പോൾ ആന്റി അമ്മച്ചിയോട് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. എടി, എല്ലാം ഓക്കെ ആയി, നീ നോക്കിക്കോ. നീ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും മോളെ. പക്ഷേ നീ നന്നായി സഹകരിച്ചു കൊടുക്കണം കേട്ടോ. നീ വിശദമായി അവനോട് പറഞ്ഞോടി, അമ്മച്ചി ചോദിച്ചു. എടി, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ പേടിക്കണ്ട. എടി, ഇതൊക്കെ നടക്കുവോ? അമ്മയുടെ സംശയത്തോടെയുള്ള ചോദ്യം. എടി, ഉറപ്പായിട്ട് നടക്കും, നീ ധൈര്യമായിട്ട് നില്ലേ. ഒന്ന് രാത്രി ആയിക്കോട്ടെ. ഇതും പറഞ്ഞ് ആന്റി അമ്മച്ചിക്കിട്ടൊരു നുള്ളു കൊടുത്തു. എന്നാ ശരിയടി, കാര്യങ്ങളൊക്കെ പടപടാന്ന് നടക്കട്ടെ, ഞാൻ പോവുക. പിന്നെന്താ? പിന്നെ ഞാൻ നാളെ രാവിലെ വിളിക്കും കേട്ടോ. അതും പറഞ്ഞ് ആന്റി പോയി. അമ്മ അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ച് ഊറിച്ചിരിക്കുന്നത് കാണാം. ഇന്ന് നടക്കാൻ പോകുന്ന ഗാനമേളയെ കുറിച്ചായിരിക്കും അമ്മച്ചി ചിന്തിച്ചത്. ഇതെല്ലാം കൂടി കണ്ട് എന്റെ ശരീരം ആകെ തരിച്ചു മേളോട്ട് കയറി.